പ്രിയരെ, ഞാൻ ബ്ലസൻജി ഹ്യൂസ്റ്റൺ. ഒരു പ്രത്യേക വിഷയത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ചിക്കാഗോ മലയാളി അസോസിയേഷൻ അവരുടെ ഫാമിലി എൻറിച്ച് പ്രോഗ്രാമിന് വേണ്ടി കേരളത്തിൽ നിന്നും ജിജി മാരിയോ ജോസഫ് ആൻഡ് ജിജി മാരിയോ എന്നീ രണ്ട് പേരെയാണ് അവർ കൊണ്ടുവരുന്നത്. എനിക്ക് ജോസഫ് മാരിയോയെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്. മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അദ്ദേഹത്തെ പറയാനില്ല. എന്നാൽ ജിജി മാരിയോ ഒരു സെൽഫ് സ്റ്റൈൽ കൗൺസിലറാണ്. അവർ പറഞ്ഞ ചില വിവാദമായ ചില വിഷയങ്ങൾ ഒന്ന് പ്രതികരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെപ്പറ്റി ജനങ്ങളോടൊന്ന് സംസാരിക്കുവാനും സംവദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അവരുടെ ഒരു ക്ലാസ്സിൽ, അത് കുട്ടികളോടോ സ്കൂൾ കുട്ടികളോടോ ആരോടോ ഒന്നും എനിക്കറിയില്ല, കാരണം ഓഡിയൻസിനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല. അവർ പറയുകയാണ്, അമേരിക്കയിൽ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പിതാക്കന്മാർ അവരുടെ സ്കൂൾ ബാഗിൽ കോണ്ടം തിരികെ കൊടുത്താണ് അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതെന്നും, ചിലപ്പോഴൊക്കെ അവർ ബോയ് ഫ്രണ്ടുമായി വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അപ്പന്മാർ അവരുടെ ബെഡ്റൂമുകൾ തുറന്നു കൊടുക്കുന്നത് അപ്പന്മാരാണെന്നും ഒക്കെ ചില വിവാദപരമായ ചില വിഡ്ഢിത്തരങ്ങൾ വിളമ്പുകയുണ്ടായി. നമ്മൾ ഒത്തിരി വർഷമായിട്ട് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു കൾച്ചറുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് ആ ഒരു അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന കുഴപ്പം എന്താണെന്നറിയാവോ? 15ാമത്തെ വയസ്സില് 10ാം ക്ലാസ്സിലെ ബോയ് ഫ്രണ്ട് നമ്മുടെ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. അപ്പൻ ബെഡ്റൂം തുറന്നു കൊടുക്കേണ്ട സ്ഥിതി വരും. റൂബിയുടെ മോൻ ഇങ്ങനെ വന്ന റൂബി സഹിക്കൂ? റൂബി ഒരിക്കലില്ല. സത്യമാണ്, അവിടെ അതാ നടക്കുന്നത്. അപ്പൊ ആ ഒരു കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടക്കുക, സ്ലീവ്ലെസ് പൊക്കിള് കാണിച്ച് നടക്കുക, അതെടുത്ത എന്താ കുഴപ്പം, അവിടെ റേപ്പ് ഇല്ലല്ലോ എന്ന് പറയുമ്പോ അവിടെ അതിഭയങ്കരമായ കോൺസിക്വൻസ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റ പെൺകുട്ടികളെയും കുറ്റപ്പെടുത്തത്തില്ല. കാരണം എന്റെ കുഞ്ഞു മക്കൾക്ക് അറിയത്തില്ല ആൺകുട്ടികളോടൊക്കെ ഇങ്ങനെ ഇടപെട്ടാൽ ഇങ്ങനെയൊക്കെ ദോഷം സംഭവിക്കുന്ന അറിയത്തില്ല. നിങ്ങളുടെ വിചാരം ഇത് നമ്മുടെ കൾച്ചറാണ്, അമേരിക്കയിലേക്ക് അങ്ങനെയല്ലേ, അവിടേക്ക് ഇങ്ങനെയല്ലേ. അവിടേക്ക് അതിൻ്റെതായ കുഴപ്പങ്ങളില്ലേ പൊന്നുമക്കളെ? 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ അവിടെ എന്താ ചെയ്യണേ? അപ്പനും അമ്മയും അതിനുള്ള ഗർഭനിരോധന മാർഗങ്ങൾ തന്നെ കൊടുത്ത് ബാഗിൽ കൊടുത്തു വിടുകയാ ചെയ്യണേ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടത്തെ അങ്ങനെ അവര് നിയന്ത്രിക്കാൻ പറ്റാതെ പോയി. അതിങ്ങനെ നമ്മുടെ നാട്ടില് നല്ല ജീവിത മൂല്യം, ഏറ്റവും ജീവിത മൂല്യം കുടുംബ ബന്ധങ്ങളും ഉള്ളത് നമ്മുടെ കേരളത്തിലാ, ഇന്ത്യയിലാണ്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലാ, മലയാളികളുടെ ഇടയിൽ. അത് നമ്മൾ നശിപ്പിക്കണോ മറ്റുള്ളവരുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ട്? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ അമേരിക്കയിൽ ജീവിക്കുവാൻ തുടങ്ങിയിട്ട് 10-17 വർഷമായി. എനിക്ക് എൻ്റെ സ്വാഭാവികമായ ജീവിതത്തിലും ഞാൻ സോഷ്യൽ മീഡിയയിലെ ഇടപാടുകളും ഒക്കെ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുമായി ഞാൻ ആ സ്നേഹബന്ധത്തിലും സംവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിലേറെ കുറേയും മലയാളികൾ തന്നെയാണ്. ഇവർ പറഞ്ഞ രീതിയിലുള്ള ഒരൊറ്റ കുടുംബം പോലും എനിക്കോ നിങ്ങൾക്കോ കാണുവാൻ സാധിക്കുകയില്ല. അതായത് നാട്ടിലിരിക്കുന്നവർക്ക് പണം കളക്ട് ചെയ്യുവാൻ നമ്മളൊരു സംവിധാനം മാത്രമാണ്. സാരമില്ല, കൊടുക്കേണ്ടവർ കൊടുക്കട്ടെ, അവർ വന്ന് വാങ്ങിക്കൊണ്ട് പോകട്ടെ, എനിക്കതിൽ യാതൊരു ഭാരവും പ്രയാസവുമില്ല. എന്നാൽ നമ്മളെ മാന്യതയില്ലായ്മയോടെ കാണുകയും ഇവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ള പണം കളക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതിലുള്ള പ്രയാസമാണ് ഉള്ളത്. അതുകൂടാതെ ഇനിയും ഇവരിവിടെ വന്ന് നമ്മളെ പഠിപ്പിക്കുവാനും നമ്മുടെ പുതിയ മറ്റൊരു കൾച്ചറിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ മോശമാണ്, നമ്മളിവിടെ ജീവിക്കുന്ന കൾച്ചർ തീരെ മോശമാണ്, അതുകൊണ്ട് അവരുടേതായ ഒരു ഉയർന്ന കൾച്ചറിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടു പോകുവാനും ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ അവരിവിടെ വരുന്നത്. എങ്കിൽ പ്രിയ സഹോദരി ജിജിയോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെ കൊണ്ടുവരുന്ന ചിക്കാഗോയിലുള്ള മാന്യന്മാരായ മലയാളികളുണ്ട്. നിങ്ങൾ അവരുടെ ഭവനത്തിൽ പോകണം. നിങ്ങൾ അവരെ അല്പം കൂടി അടുത്തറിയണം. ആ അപ്പന്മാർ അവരുടെ മക്കൾക്ക് കോണ്ടമാണോ ബാഗിൽ തിരികെ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കണം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അന്വേഷിക്കണം. അവർ ബോയ് ഫ്രണ്ടുമായി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബെഡ്റൂം തുറന്നു കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഈ വിധത്തിലുള്ള വിവരക്കേടും വിഡ്ഢിത്തരങ്ങളും ഇവിടെയുള്ള മലയാളികളെ പറ്റിയോ അല്ലെങ്കിൽ ഈ അമേരിക്കൻ മനുഷ്യരെ പറ്റിയോ മാന്യമായി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്.
നാട്ടിൽ ഞങ്ങൾ പത്രവാർത്തയിലൂടെ വായിക്കുന്നതിൻ്റെ 4/1 ഈ അമേരിക്കയിൽ നടക്കുന്നില്ല എന്ന് നിങ്ങളോട് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് വിഡ്ഢിത്തരങ്ങൾ നിങ്ങളിവിടെ വന്ന് അവിടുന്ന് വിളമ്പിയ ശേഷം നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഫാമിലികളെ പറ്റി നിങ്ങൾ അവരെ എൻറിച്ച് ചെയ്യാൻ, എന്താണ് നിങ്ങൾ എൻറിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെപ്പറ്റി ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കുറേ നാൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നു. നല്ല കാര്യം. അതിനുശേഷം നിങ്ങൾ പോട്ടയിൽ അവിടെ അച്ഛന്മാരോട് ചേർന്ന് അവിടെ ധ്യാനത്തിനൊക്കെ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്യലും അവരുടെ പിന്നാലെ നടക്കുകയുമായിരുന്നു ഒക്കെ കേട്ടിട്ടുണ്ട്. നല്ല കാര്യം. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കട്ടെ. നിങ്ങൾ എന്താണ് കൗൺസിലിംഗ് അമേരിക്കയിൽ വന്ന് നടത്താൻ പോകുന്നത് എന്ന് എനിക്കറിയുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സ്വാഭാവികമായ ജീവിതത്തിൽ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളൊരു പക്ഷെങ്കിൽ അവരോട് അവിടുത്തെ എത്തിക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ നിങ്ങളറിയാത്ത, നിങ്ങൾ മോശമായി പറഞ്ഞ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായി കണ്ടുകൊണ്ട് ഈ സമൂഹത്തിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങളോടും ഇവിടെയുള്ള മാതാപിതാക്കളോടും നിങ്ങൾ എന്താണ് പഠിപ്പിക്കുവാനും പറയുവാനും പോകുന്നത് എന്ന് എനിക്കറിയുവാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് ജിജിയോട്. നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പണമൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിൽ എനിക്ക് ഭാരമൊന്നുമില്ല. സന്തോഷമുള്ളവർ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ തുടരട്ടെ. എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഞാനിവിടെ 2 പെൺകുട്ടികളുടെ അപ്പനാണ്. അവർ 2 പേരും അവരുടെ പ്രൊഫഷണൽ കോഴ്സിൽ ഒരാൾ പഠിച്ച് അവർ ഇന്ന് വിവാഹിതയായി ജീവിക്കുന്നു, മറ്റൊരാൾ അവരുടെ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നു. എന്നെപ്പോലെ തന്നെയാണ് ആയിരക്കണക്കിന് അമേരിക്കയിലുള്ള ഈ മാതാപിതാക്കൾ എല്ലാവരും ജീവിക്കുന്നത്. ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുത്തുകൊണ്ട് ഈ അമേരിക്കയിൽ ഇന്ന് ഏറ്റവും നല്ല പ്രൊഫഷണൽ കോഴ്സുകളിൽ അമേരിക്കൻ മലയാളിയുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതലായി എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം എനിക്കൊരു മലയാളി എന്ന നിലയ്ക്ക് പറയുവാൻ സാധിക്കും. നിങ്ങളുടെ വിവരമില്ലായ്മ മാറ്റിവെച്ചിട്ട് അമേരിക്കൻ സമൂഹത്തോട് ക്ഷമ ചോദിച്ചിട്ട് വേണം നിങ്ങളിവിടെ ഇറങ്ങുവാൻ തന്നെ. കാരണം ഞങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ മുഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞുങ്ങളുള്ള, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുള്ള ഏതൊരു പിതാവിനും ഹൃദയവേദനയോടെയാണ് നിങ്ങളുടെ വിവരക്കേടും വിഡ്ഢിത്തരങ്ങളും കേട്ടുകൊണ്ട് നിൽക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് അധികമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്താണ് കൗൺസിലിംഗ് നടത്തേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാട്ടെ. കാരണം നിങ്ങളറിയാത്ത, നിങ്ങൾ മനസ്സിലാക്കാത്ത, നിങ്ങൾ വിപരീതമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമൂഹത്തിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ളവരുടെ ഫാമിലിയെ എന്ത് എൻറിച്ച് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. മറ്റൊന്ന്, നിങ്ങൾ തെറ്റിദ്ധരിച്ച, മോശമായി പറഞ്ഞ, വൃത്തികേടായി ചിത്രീകരിച്ച ഈ അമേരിക്കൻ സമൂഹത്തോട് നിങ്ങൾ ക്ഷമായാപനം നടത്തുക തന്നെ വേണം എന്ന് എനിക്ക് പ്രത്യേകമായി പറയുവാനുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അമേരിക്കൻ മലയാളികളോട് പറയട്ടെ, ഇവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. കാരണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെപ്പോലെയുള്ളവരുടെ ജീവിതം കരുതേച്ചുകൊണ്ടാണ് ഇത്തരക്കാർ വിലസുന്നത്. എന്നിട്ട് വീണ്ടും അവർ നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി അവർ കൗൺസിലിങ്ങും ഉപദേശങ്ങളും മറ്റ് പല കാര്യങ്ങളുമായി അവർ വിലസുമ്പോൾ ദയവായി പറയുക, അത്തരമൊരു സാഹചര്യം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്, അത്തരമൊരു സാഹചര്യം നമ്മുടെ ഭവനത്തിലില്ല എന്ന്. അവർ അത് മനസ്സിലാക്കി തിരിച്ചു പോകട്ടെ. കഴിയുമെങ്കിൽ നിങ്ങളവരെ നന്മകൾ കൊണ്ട് അലങ്കരിച്ച് വിടുക തന്നെ വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബൈ.